ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് വർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിനകത്ത് 3 ടോയ്ലറ്റാണ് വരുന്നത്. ആ 3 ടോയ്ലറ്റിലും നമ്മൾ 3 യൂറോപ്യൻ ക്ലോസറ്റാണ് ഫിറ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോറാറിന കമ്പനിയുടെ 3 ക്ലോസറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലൊരെണ്ണം 12 ഫീറ്റ്, 2 9 ഫീറ്റ്, ഇങ്ങനെ ഈ അളവിലാണ് നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യണത്. ടോറാറിന കമ്പനി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്, നല്ല ഫിനിഷിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് കാണുന്നത് ക്ലോസറ്റിൻ്റെ സീറ്റ് കവറാണ്. അതിൻ്റെ ഉൾഭാഗത്ത് കാണുന്നത് ഈ ക്ലോസിൻ്റെ അടിഭാഗത്ത് നമ്മൾ PVC പൈപ്പ് വെക്കുന്ന റബ്ബർ ബുഷാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൈൻഡർ ഉപയോഗിച്ച് PVC പൈപ്പ് ഒന്ന് കട്ട് ചെയ്യണം. PVC പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെരിഞ്ഞ് നിൽക്കരുത്, അത് ലെവലാക്കിയിട്ട് നിർത്തണം. എല്ലാ ഭാഗത്തും ഒരേ മാതിരിക്ക് ലെവൽ ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഗ്രൈൻഡർ പൊടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് മുകളിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് ലെവലാക്കിയിട്ട് ആദ്യം ക്ലോസിൻ്റെ അടിഭാഗത്തൊന്ന് നോക്കണം എത്ര കട്ട് ചെയ്യാണ്ടെന്നുള്ളത് ഒന്ന് നോക്കണം, അതിൻ്റെ പൈപ്പിൻ്റെ അളവ്. അതിന് ശേഷം ഇത് മാർക്ക് ചെയ്തിട്ട് മാർക്കറോ അല്ലെങ്കിൽ പെൻസിലോ കുറച്ച് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ റബ്ബർ ബുഷ് വെക്കുക. അപ്പോൾ കട്ട് ചെയ്ത് ഏകദേശമൊക്കെ ആയി. അത്യാവശ്യം ഒരു 6 ഇഞ്ചോളം മുകൾക്കുണ്ട്. ഇനി അതിൽ നമ്മൾ 1 ഇഞ്ചോളാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പല ക്ലോസറ്റിനും പല അളവിലാണ് വരിക. ഇതാണ് ക്ലോസറ്റിൻ്റെ അടിഭാഗം കേട്ടോ. നമ്മൾ പ്രത്യേകം കാണിക്കാം, കാരണം 2.5 ഇഞ്ച് അതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുള്ളൂ. 4 ഇഞ്ചാണ് നമ്മൾ PVC പൈപ്പ് ഇടുക. അപ്പോൾ ഇതിൽ ഈ പേഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അതൊന്നും ഒരിക്കലും ഇടരുത്, ദയവ് വിചാരിച്ച് നിങ്ങൾ അതൊന്നും ഇടരുത്. അങ്ങനെ ക്ലോസറ്റ് അടഞ്ഞു പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ വെച്ച് ഒന്ന് അളവെടുക്കുകയാണ്. ക്ലോസറ്റ് ഒന്ന് വെച്ചിട്ട് അളവെടുക്കുകയാണ്. അളവെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആക്സം പേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തൊന്ന് നിലത്ത് തട്ടിക്കണോ നോക്കണം, ആ ഗ്യാപ്പ് തട്ടിക്കണോ നോക്കണം. അപ്പോൾ ആ ബ്ലേഡ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ല വെച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് തട്ടിയിട്ടുണ്ട്. അതേമാതിരിക്ക് നമുക്ക് വേറെ എന്താ ഒന്നും കൂടി ചെയ്യാം, അത് തട്ടിക്കണോ അല്ലത് ഒന്ന് നീക്കി നോക്കിയാൽ മതി ക്ലോസറ്റ്. അപ്പോൾ നീങ്ങും, പൈപ്പും വേണമെങ്കിൽ നീങ്ങില്ല. അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കുക. ഇവിടെ നമ്മളൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട്. പൈപ്പൊക്കെ കറക്റ്റാക്കി മുറിച്ചുകൊണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ എടുത്തിട്ട് കളർ പെൻസിലൊക്കെ എടുത്തിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക. അതിന് മാർക്ക് ചെയ്യുക, അതിൻ്റെ സൈഡ് വെച്ച ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കളർ പെൻസിൽ മാർക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്താൽ മതി. നമുക്ക് കാണുന്ന രീതിയിൽ ടൈലിൻ്റെ കളറല്ലാത്ത രീതിയിൽ. ഇവിടെ നമുക്ക് ഒരു മഞ്ഞ കളറാണ് ടൈല്, ഇളം മഞ്ഞ, എന്നാലും കുറച്ച് ഡാർക്ക് മഞ്ഞ ആയതുകൊണ്ട് അറിയുന്നുണ്ട് പെൻസിലിൻ്റെ കളറ്. അതിന് നമ്മൾ കളറിന് അതിനനുസരിച്ച് ചെയ്യുക, ടൈൽസിൻ്റെ കളറിന് മാറ്റിയിട്ട് കളർ എടുത്തിട്ട് ചെയ്യുക. ഇതിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതേമാതിരിക്ക് അതിൻ്റെ ഫ്ലോർക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ക്ലോസറ്റുമ്പോൾ അതേ അതിൽ ഈ ലൈനാണ് നമ്മൾ പിടിക്കുക ക്ലോസറ്റ് വെക്കുമ്പോൾ. അങ്ങനെ ഈ 3 ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യും. ഈ 3 ഭാഗത്തും കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കിങ്. അതിന്മേൽ നമുക്ക് ക്ലോസറ്റ് വെക്കുമ്പോൾ ആ അളവ് കറക്റ്റാക്കി പിടിക്കുക. അതിന് ശേഷം നമ്മളിവിടെ വൈറ്റ് സിമെൻറ്റിലാണ് നമ്മളിത് ഉറപ്പിക്കുന്നത്. വൈറ്റ് സിമെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. വൈറ്റ് സിമെൻറ്റാണ് സൈഡ് കൂടെ ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് സിമെൻറ്റ് സൈഡ് കൂടെ ഇട്ടിട്ട് ഫില്ല് ചെയ്യണം. അത് പലരും പല മാർക്കാണ് ചെയ്യുക. നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളെങ്ങനെ ചെയ്യില്ലെന്നുള്ളത്. ചിലർ സിമെൻറ്റിൽ സാധാ സിമെൻറ്റ്, സിലിക്കോണ് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. നമ്മൾ സാധാരണ നമ്മൾ വൈറ്റ് സിമെൻറ്റാണ് ഉപയോഗിക്കാറ്. ഇത് കാണുന്നത് ക്ലോസറ്റിൻ്റെ ബാക്ക് ഭാഗമാണ്. അത് കാണിക്കാൻ കാരണം നിങ്ങളിത് കാണില്ലല്ലോ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് വീട്ടുകാർ, അതിനാണൊന്ന് കാണിക്കണത്. അത്ര വണ്ണമുള്ളതിൻ്റെ പൈപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്. പാമ്പേഴ്സ്, പേഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ദയവ് വിചാരിച്ച് അതിലിടരുത്. അതിൻ്റെ റബ്ബർ പുഷ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതാണ് പൊട്ടിക്കണത്. ഈ റബ്ബർ പുഷ് പൊട്ടിച്ചിട്ട് ആ പൈപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അതിൻ്റെ മേലെ പേപ്പർ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം. എന്നിട്ട് അതൊന്ന് പിന്നെ നകത്തി കൊടുക്കണ്ട അതിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ അത് അമർന്ന് നിൽക്കാവും.
അതിൻ്റെ ഇതൊന്ന് ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരേപോലെ അതിൻ്റെ ഉൾഭാഗത്ത് ഒരു പൈപ്പിൻ്റെ ഇതുണ്ട്, അത് കറക്റ്റായി ഇറങ്ങണം. അതിൽ ആ പൈപ്പ് കറക്റ്റാക്കി ഇറങ്ങണം. സൈഡിൽ റബ്ബറാണ്, ഉള്ളിലൊരു ഫൈബറിൻ്റെ ഇതുണ്ട്, ആ ഫൈബർ കറക്റ്റായി നിൽക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അമർത്തി കൊടുത്താൽ മതി, പക്ഷേ എന്താക്കണ്ടേ, ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ ജസ്റ്റ് അതിമൊന്ന് ഒട്ടും. അങ്ങനെ ഒന്ന് ചെയ്ത് കണ്ട് ക്ലിയറായി കൊടുക്കണം. ഒരേമാതിരി കാണണം അതിൻ്റെ ലെവല്. ചെരിഞ്ഞിക്കരുത്, ചെരിഞ്ഞ് നിന്നാൽ ക്ലോസറ്റ് വെക്കുമ്പോൾ അത് സൈഡിൽ മാറിപ്പോകും അതിൻ്റെ പൈപ്പ്. അതിന്മേൽ യൂബൻ്റ് വെക്കുമ്പോൾ സൈഡിൽ മാറി കഴിഞ്ഞാൽ അത് അമർന്ന് നിൽക്കും. ഇനി നമ്മൾ ക്ലോസറ്റ് നമുക്കൊന്ന് പിടിച്ച് വെക്കുക കേട്ടോ. പിടിച്ച് വെക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം, കാരണം ആ വൈറ്റ് സിമെൻറ്റ് കറക്റ്റ് ലെവലിൽ വെക്കണം. ആ 4 ഭാഗം ഒരേമാതിരി. പിന്നെ നമ്മളെ മാർക്കിംഗ് ഇല്ലേ, അത് കറക്റ്റാക്കി നോക്കിയാൽ പേക്കാനൊന്നുമില്ല. അതേമാതിരിക്ക് കറക്റ്റാക്കി വെച്ചാൽ മതി. രണ്ടാൾ 2 സൈഡിൽ കറക്റ്റാക്കി പിടിക്കുക. പിടിക്കുമ്പോൾ അന്ന് അടിഭാഗത്ത് ഉൾഭാഗത്ത് പിടിക്കുക. പിന്നെ മുകളിൽ പിടിക്കരുത്. മുകളിൽ ഈ സൈഡിൽ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമരിൻ്റെ ഭാഗത്ത് കൈ കൊടുക്കും. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ടി വരും, അത് ശ്രദ്ധിക്കണം. വെക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ലെവലിൽ വെച്ചാൽ പിന്നീട് നീക്കാൻ ഉണ്ടാകാൻ പാടില്ല. അതാണ് ക്ലോസറ്റ് വെക്കുമ്പോൾ നോക്കാനുള്ളത്. എന്നിട്ടൊന്ന് അമർത്തി കൊടുത്താൽ ആ വൈറ്റ് സിമെൻറ്റാണ് സെറ്റാകും. വൈറ്റ് സിമെൻറ്റ് സെറ്റായതിന് ശേഷം പിന്നെ സൈഡിലുള്ള വൈറ്റ് സിമെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് വിരലിട്ടൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ വടിച്ചെടുക്കണം. പിന്നെ എല്ലാ ഭാഗത്തും ഇതിന് നമ്മൾ ഹോൾട്ട് സ്ക്രൂവും ചെയ്യില്ല. ചിലരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്, നമ്മളങ്ങനെ ചെയ്യലൊന്നുമില്ല. കാരണം ഇത് നല്ല വെയിറ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ ആ ക്ലോസറ്റ് ആ വൈറ്റ് സിമെൻറ്റിൽ ഉറച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്നും ആവില്ല. ബാക്കിലെ ഹോള് നമ്മൾ എന്ത് ചെയ്യും, വൈറ്റ് സിമെൻറ്റ് ഇട്ട് അടക്കും. സ്ക്രൂ ചെയ്യാനൊരു ഹോളുണ്ട്, അത് നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇട്ട് അടക്കും, അതിലേക്ക് വെള്ളമാകാതെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്, അതാണ് ഈ വീഡിയോയിൽ കാണിക്കാത്തത്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോസറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഞാൻ എൻ്റെ സീറ്റ് കവറാണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല സീറ്റ് കവറാണ്, വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അത്യാവശ്യം നല്ല കാണാനും ഫിനിഷിങ്ങില്ല സീറ്റ് കവറാണ്. നിങ്ങളിത് കമൻറ്റിൽ അറിയിക്കൊണ്ട് എങ്ങനെയുണ്ട് ഈ ക്ലോസറ്റ് എന്നുള്ളതും ഇതിൻ്റെ ഡീറ്റെയിലും ഫിറ്റിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി. കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അറിയുള്ളൂ നമ്മളെ ഫിറ്റിങ്ങും നമ്മളെ ഫിറ്റിങ്ങൊക്കെ എങ്ങനെയുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളത് സീറ്റ് കവർ നമ്മൾ ഫിറ്റ് ചെയ്യാണ്. സീറ്റ് കവർ നമ്മൾ ആ റബ്ബർ ബുഷ് ഇട്ടു. പിന്നെ 2 സ്ക്രൂണ്ട്, 2 സ്ക്രൂ എടുത്തിട്ട് പിന്നെ എൻ്റെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് നമ്മളെന്ത് ചെയ്യുക, ആ ക്ലാമ്പ് നമ്മൾ കുടുക്കിയിട്ട് അതിന് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മളെന്ത് ചെയ്യുക, സീറ്റ് കവറൊന്ന് വെച്ചിട്ടൊന്ന് നോക്കുക, അതിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ട് ലോക്കാക്കിയിട്ട് ഫസ്റ്റ് ഏത് രീതിയിലാണ് നിൽക്കണത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി സീറ്റ് കവർ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ലോക്ക് നമ്മൾ അതിൻ്റെ ബാക്കിൽ ലോക്ക് ഉണ്ട്, അത് കാണാൻ നമുക്ക്. അതിങ്ങനെ ഉണ്ട്, അതിലിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് കയറും, കറക്റ്റ് ലെവലിൽ നിൽക്കും. അതിനാണ്ടല്ലേ ആ ബാക്ക് ഭാഗത്ത് ഇപ്പോൾ കൈയിട്ട് ഇതാക്കണേ, അതൊന്നും അങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ കിട്ടും ചെയ്യും. ഒന്ന് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ വലത്തെ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ലോക്കാവും ചെയ്യും. ഇടത്ത ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞാൽ ആ ലോക്ക് തുറയും ചെയ്യും. അങ്ങനെയാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.